ആരാ ശ്രീകു? അളിയനാ. അളിയനോ? ആരുടെ അളിയൻ? ആ കുഞ്ഞളിയൻ. എന്റെ അളിയനോ? ആ രവി അളിയൻ അല്ല, പിന്നെ എന്റെ ആങ്ങളാ ശ്രീകുട്ടൻ. ചെന്നൈന്ന് വന്നെന്ന്. ആണോ? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാലേ അവന് നമ്മളോട് ദേഷ്യം കാണും. നമ്മുടെ കല്യാണത്തിന് അവന് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് അമ്മ വയ്യാത്ത വരലായിരുന്നു അത്. അറിഞ്ഞില്ല ഞാൻ. ഇനി വന്നേ, എന്താ ചായ ഞങ്ങൾക്കാവും കുടി. എന്നാ പിന്നെ ഞാൻ എടി വേറെ വിശേഷമുണ്ട്. എന്താ? അത് പറയാം. അളിയൻ വരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. രവിളിയൻ ഇല്ല, എന്റെ അളിയൻ. എന്റെ ആങ്ങള. ഓ, അവനും വകയിലൊരു അളിയനാണല്ലോ എന്റെ. ബാക്കിയല്ലോ. അല്ല, അവനും അളിയനാ. അവൻ വരുന്നുണ്ട്. നല്ല കാര്യം. അവന് ചെന്നൈയില് വലിയ ആളാന്നാ എവള് പറയുന്നത്. ആണ് ആണ്. ശരി, എന്നാ ഇന്നാണോ വരുന്നേ? ഇന്ന് വരും. ഇന്ന് വരുമോ? ആ എനിക്ക് ഇതിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവൻ വരുമ്പോഴേ, അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. നമുക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. അത് പിന്നെ രജിസ്റ്റർമാരെ ആകുമ്പോ അങ്ങനെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല. ആ, അപ്പൊ അവന് ആദ്യമായിട്ട് ഇവിടെ വരിക. അപ്പൊ അവനെ നമുക്ക് നല്ലോലൊന്ന് ട്രീറ്റ് ചെയ്യണം. അതൊന്നും വേണ്ടെന്നേ. വേണം ശ്രീകു, അതൊക്കെ ഭയങ്കര ചെലവല്ലേ. അതൊക്കെ വേണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരിക, അവനെ ട്രീറ്റ് ചെയ്യണം. അതിന്റെ ഒരു ചുമതലയാണ്. അതെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കേ. എവിടെ പോണ്? അപ്പുന് ചായ എടുക്ക. ഈ വെറുതെ ഞൊട്ട ഇടരുത്. ആണോ? ആരടിച്ചൊടിച്ചതാ? അതെ, വിരല് കുത്തി കളർ ചെയ്തോണ്ടിരുന്നപ്പോ വിരലൊടിഞ്ഞാവുണ്ട്. വിരൽ കുത്തി കള്ള അതിങ്ങനെ ഇങ്ങനെ വിരല് കുത്തിയിട്ടേ. ഓ, അങ്ങനൊക്കെ അഭ്യാസങ്ങളുണ്ടല്ലേ. അപ്പഴേ അവൻ വരുമ്പോ നമുക്ക് അവൻ എന്തൊക്കെ കൊടുക്കണം? ചേട്ടന് ഇഷ്ടമുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ തരാം. ആണോ? നമുക്ക് ഉണ്ടാക്കി വെക്കാം.